SSLCയുടെ ഗ്രേസ് മാർക്കിൻ്റെ വിതരണം എങ്ങനെയാണ്, അതുപോലെ CE മാർക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. SSLC പരീക്ഷയുടെ എഴുതി വാങ്ങിയ മാർക്കിനൊപ്പം CE മാർക്കും കൂടി ലഭിക്കാറുണ്ട്. 80 മാർക്കുള്ള വിഷയങ്ങൾക്ക്, അതായത് ഇംഗ്ലീഷ്, സോഷ്യൽ, മാത്സ് തുടങ്ങിയ വിഷയങ്ങൾക്കൊക്കെ CE മാർക്ക് 20 മാർക്കാണ് CE മാർക്ക് നൽകുക. അതുപോലെ 40 മാർക്ക് എഴുതി വാങ്ങേണ്ട ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിന്ദി തുടങ്ങിയ വിഷയങ്ങൾക്ക് 10 മാർക്കാണ് CE മാർക്കായി ലഭിക്കുക. ടോട്ടൽ മാർക്ക് 50 മാർക്കാണ്. ടീച്ചേഴ്സ് എപ്പോഴും പരമാവധി CE മാർക്ക് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഗ്രേസ് മാർക്കിൻ്റെ സർക്കുലർ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുണ്ട്. JRC 10 മാർക്ക്, SPC 20 മാർക്ക്, ലിറ്റിൽ കൈറ്റ്സ് 15 മാർക്ക്, സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ A ഗ്രേഡിന് 20 മാർക്ക്, അതുപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന് 18 മാർക്ക് തുടങ്ങിയ ഗ്രേസ് മാർക്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ട്. ഈ ഗ്രേസ് മാർക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഓരോ വിഷയത്തിനും ലഭിക്കുക എന്ന് നോക്കാം. ഉദാഹരണത്തിന് ലിറ്റിൽ കൈറ്റ്സിനുള്ള 15 മാർക്കാണ് ഗ്രേസ് മാർക്ക്. ഈ ഗ്രേസ് മാർക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഉദാഹരണത്തിന് 15 മാർക്ക് ഉള്ള ലിറ്റിൽ കൈറ്റ്സിന് 15 മാർക്കാണ് ഗ്രേസ് മാർക്ക്. ലിറ്റിൽ കൈറ്റ്സിന് ചേർന്നിട്ടുള്ള കുട്ടിക്ക് 8 സബ്ജക്റ്റിന് A+ കിട്ടിയിട്ടുണ്ട്. മാത്സിന് A ഗ്രേഡും ഫിസിക്സിന് B+ഉമാണ്. ഈ 2 വിഷയങ്ങൾക്ക് എങ്ങനെയാണ് ഈ ലിറ്റിൽ കൈറ്റ്സിൻ്റെ 15 മാർക്ക് ഗ്രേസ് മാർക്ക് വിതരണം ചെയ്യുക എന്ന് നോക്കാം. മാത്സിന് 64 മാർക്കാണ് ലഭിച്ചിട്ടുള്ളത്, A ഗ്രേഡാണ് ലഭിച്ചിട്ടുള്ളത്. ഫിസിക്സിന് 28 മാർക്ക്, B+ ആണ് ലഭിച്ചിട്ടുള്ളത്. ഗ്രേസ് മാർക്ക് ആദ്യം തൊട്ടടുത്ത ഗ്രേഡിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. മാത്സ് CE മാർക്ക് കൂടാതെ 80-ലാണ് 64 മാർക്ക് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ ഫിസിക്സ് 40-ലാണ് 28 മാർക്ക് ലഭിച്ചിട്ടുള്ളത്. ഫിസിക്സിന് B+ ആണുള്ളത്. B+ A ഗ്രേഡിലേക്ക് മാറ്റുകയാണ് ആദ്യം ചെയ്യുന്നത്. A ഗ്രേഡിലേക്ക് മാറ്റാൻ 30 മാർക്കാണ് വേണ്ടത്. ലിറ്റിൽ കൈറ്റ്സിൻ്റെ 2 മാർക്ക് ഗ്രേസ് മാർക്ക് ഈ ഫിസിക്സിൻ്റെ 28 മാർക്കിനോട് ചേർത്ത് 30 മാർക്ക് ആക്കി മാറ്റുന്നു. ഈ 30 മാർക്ക് ഫിസിക്സിന് അങ്ങനെ A ഗ്രേഡ് ആക്കുന്നു. ഇനി ലിറ്റിൽ കൈറ്റ്സിൻ്റെ 13 മാർക്കാണ് ഗ്രേസ് മാർക്ക് ബാക്കിയുള്ളത്. മാത്സിന് 64 മാർക്ക്, അത് A ഗ്രേഡാണ്. A ഗ്രേഡ് A+ലേക്ക് മാറ്റാൻ 6 മാർക്കാണ് അതിനോട് ചേർക്കേണ്ടത്. അങ്ങനെ 6 മാർക്ക് 64നോട് ചേർത്ത് 70 മാർക്കാക്കി മാറ്റുന്നു. ഇപ്പോൾ മാത്സിന് A+ ആയി. ഇപ്പോൾ 9 വിഷയങ്ങൾക്ക് A+ ആയിട്ടുണ്ട്. ഇനി ഫിസിക്സിൻ്റെ ഇപ്പോൾ A ഗ്രേഡാണുള്ളത്. ഫിസിക്സിന് ലിറ്റിൽ കൈറ്റ്സിൻ്റെ 8 മാർക്ക് മാത്രമേ ഇപ്പോൾ ഗ്രേസ് മാർക്കായി ചേർത്തിട്ടുള്ളൂ. ബാക്കി 7 മാർക്കുണ്ട്. വേറെ വിഷയത്തിനൊന്നും ഇനി ഗ്രേസ് മാർക്കിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഫിസിക്സിന് തന്നെ ഈ 7 മാർക്ക് കൂടി ചേർത്ത് അടുത്ത ഗ്രേഡിലേക്ക് മാറ്റുന്നു. അതായത് ഫിസിക്സ് 30 മാർക്ക് A ഗ്രേഡാണ്. ആ A ഗ്രേഡ് ഉള്ളത് 37 മാർക്കാക്കുന്നു. 7 മാർക്ക് കൂടി ചേർത്ത് 37 മാർക്കാക്കി അതുകൂടി A+ ആക്കി മാറ്റുന്നു. 8 വിഷയത്തിനായിരുന്നു A+ കിട്ടിയിരുന്നത്. ഗ്രേസ് മാർക്ക് കൂടി ചേർത്തതോടെ 2 വിഷയത്തിന് കൂടി A+ കിട്ടി. അങ്ങനെ മുഴുവൻ വിഷയത്തിനും ഈ കുട്ടിക്ക് A+ കിട്ടി. നിങ്ങൾക്ക് എത്ര വിഷയത്തിനാണോ A+ലേക്ക് എത്താൻ, അല്ലെങ്കിൽ തൊട്ടടുത്ത ഗ്രേഡിലേക്ക് എത്താൻ എത്ര മാർക്കാണോ കുറവുള്ളത് അതിനനുസരിച്ച് മാർക്ക് വിതരണം ചെയ്യുകയാണ് ചെയ്യുക. നിങ്ങൾക്കിത് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാൻ മറക്കരുത്.